ക്രൂശിതന്റെ നിണമണിഞ്ഞ കനൽ വഴികളിൽ നോമ്പിന്റെ 50 ദിനങ്ങൾ. പുതിയ നിയമ വായനകളിൽ ഈ ദിനങ്ങളിൽ 2 ഇടങ്ങളിലായി ക്യാമ്പ് ഫയർ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനാകും. ക്യാമ്പ് ഫയർ എന്നാൽ പുതിയ തലമുറയ്ക്ക് അത്ര അപരിചിതമായ പദമൊന്നുമല്ല. പഴയ തലമുറയ്ക്കാകട്ടെ നല്ല തണുപ്പുള്ള രാത്രികളിൽ, പുലരികളിൽ തീ കായുന്നതിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു പതിവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നത് ഒരു കോടതി പരിസരത്താണ്. പീലാത്തോസിന്റെ അരമനയിൽ ക്രിസ്തുവിനെ വിധിക്കപ്പെടേണ്ടതിനായി കൊണ്ടുവരുമ്പോൾ ഒരു പരിചാരികയുടെ മുൻപിൽ ശിഷ്യപ്രമുഖനായ പത്രോസ് തൻ്റെ ഗുരുവിനെ തള്ളിപ്പറയുന്ന സങ്കടകരമായ ഒരു അനുഭവം, ഹൃദയത്തിൻ്റെ അതിശൈത്യത്തിൽ നിന്നുളവായ ഒരു അനുഭവം. രണ്ടാമത്തെ ഇടം തിബേരിയാസിന്റെ കടൽ തീരമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. തങ്ങളുടെ ഗുരു നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടബോധത്തിൽ നിന്നുകൊണ്ട് പഴയ പണിയിലേക്ക് തിരിച്ചുപോയ ശിഷ്യസമൂഹത്തെ കനൽ കൂട്ടി ശരീരത്തിൻ്റെ തണുപ്പകറ്റി, കുഞ്ഞുമക്കളെ നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന മാതൃസ്നേഹത്തിൻ്റെ അനുഭവം. ഈ 2 അനുഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയഭാവങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ചൂടിനെ, അഗ്നിയെ നമുക്കൊന്ന് വിവേചിച്ചറിയാനാകണം. ഫൊളീത്തായിലെ വിശുദ്ധ ആഞ്ചല ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: കുരിശിലെ ബലിയിൽ, അനുദിന ബലി അർപ്പണത്തിൽ നടക്കുന്നത് എന്തെന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കാൻ നാം നമ്മെ തന്നെ ഒന്ന് ശാന്തരാക്കിയാൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളെ എത്രയധികം ജ്വലിപ്പിക്കുമായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ട ഈ നോമ്പുകാലത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.